ഏറ്റവും മികച്ച യുവ ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളായി വൈഭവ് സൂര്യവംശി മാറിക്കഴിഞ്ഞു. 2011 മാർച്ച് 27 ബീഹാറിലെ താജ്പൂർ ഗ്രാമത്തിൽ ജനിച്ച വൈഭവിന്റെ 4-ാം വയസ്സിൽ പിതാവ് കായിക രംഗത്തോടുള്ള അഭിനിവേശം തിരിച്ചറിഞ്ഞതോടെയാണ് വൈഭവിന്റെ യാത്ര ആരംഭിക്കുന്നത്. 9-ാം വയസ്സിൽ വൈഭവ് സമസ്തിപൂരിലെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേരുകയും പിന്നീട് മുൻ രഞ്ജി ക്രിക്കറ്റ് കളിക്കാരനായ മനീഷ് ഓജയുടെ കീഴിൽ പരിശീലനം നേടുകയും ചെയ്തു. 12 വയസ്സുള്ളപ്പോൾ വിനു മങ്കാദ് ട്രോഫിയിൽ ബീഹാറിനെ പ്രതിനിധീകരിച്ച് 5 മത്സരങ്ങളിൽ നിന്ന് 400 റൺസ് നേടിയതിനു ശേഷം ഇടംകൈയ്യൻ ബാറ്റ്സ്മാൻ സ്വയം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ കഴിവ് ബീഹാറിന്റെ രഞ്ജി ട്രോഫി ടീമിൽ ഇടം നേടിക്കൊടുത്തു. തുടർന്ന് 2024 ജനുവരിയിൽ മുംബൈക്കെതിരെ വെറും 12 വയസ്സും 284 ദിവസവും പ്രായമുള്ളപ്പോൾ വൈഭവ് അരങ്ങേറ്റം കുറിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റക്കാരിൽ ഒരാളായി വൈഭവ് മാറി. ആ വർഷം തന്നെ ഇന്ത്യ U19 ടീമിനായി ഓസ്ട്രേലിയക്കെതിരെ 58 പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് തന്റെ സ്ഫോടനാത്മക ബാറ്റിംഗ് കാഴ്ചവെച്ചു. ഫോർമാറ്റിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ യൂത്ത് ടെസ്റ്റിൽ ഈ ഫോർമാറ്റിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. 2025 IPL ലേലത്തിന് മുന്നോടിയായി നാഗ്പൂരിൽ നടക്കുന്ന ട്രയൽസിനായി രാജസ്ഥാൻ റോയൽസ് വൈഭവിനെ വിളിച്ചിരുന്നു. ഒരു ഓവറിൽ നിന്ന് 17 റൺസ് നേടാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യ 3 പന്തുകളിൽ 3 സിക്സറുകൾ അടിച്ചുകൊണ്ട് വൈഭവ് മറുപടി നൽകി. 13 വയസ്സുള്ളപ്പോൾ ലേലത്തിനായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറിയ ശേഷം ഭാവിയിലേക്കുള്ള താരത്തെ അവരെടുത്തതായി റോയൽസ് വൈഭവിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് വൈഭവിന് ഇതെന്തു പറ്റി? ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18-ാം സീസണിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന താരം തന്നെയായിരുന്നു വൈഭവ് സൂര്യവംശി. 14-കാരനായ വൈഭവ് അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തി വരവറിയിച്ചിരുന്നു. പിന്നാലെ 35 പന്തിൽ സെഞ്ചുറി നേടി IPL സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായി മാറാനും IPL വേഗ 2-ാം സെഞ്ചുറി നേടാനും വൈഭവിന് സാധിച്ചു. ഇതോടെ അടുത്ത ഇതിഹാസമായി വൈഭവ് മാറുമെന്നാണ് എല്ലാവരും വിലയിരുത്തിയത്. വലിയ പ്രശംസയും പിന്തുണയുമാണ് വൈഭവിനെ തേടിയെത്തിയത്. എന്നാൽ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ 2 പന്ത് നേരിട്ട് ഡക്കായാണ് വൈഭവ് പുറത്തായത്. വാനോളം പുകഴ്ത്തൽ കേട്ട വൈഭവിന് തൊട്ടടുത്ത മത്സരത്തിൽ തന്നെ ഡക്കിന് പുറത്താകേണ്ടി വന്നത് താരത്തെ നിരാശപ്പെടുത്തി. വലിയ നേട്ടങ്ങളിലെ സന്തോഷത്തോടൊപ്പം മോശം ഫോമിലെ തിരിച്ചടികളും അംഗീകരിക്കാൻ വൈഭവിന് സാധിക്കേണ്ടതായുണ്ട്. വൈഭവിന്റെ പ്രായം പരിഗണിക്കുമ്പോൾ മാനസികമായി തകരാനുള്ള സാധ്യത കൂടുതലാണ്. രാഹുൽ ദ്രാവിഡിനെ പോലൊരു പരിശീലകന് കീഴിൽ കളിക്കുന്നത് രാജസ്ഥാന് വളരെയധികം ഗുണം ചെയ്യും. എങ്കിലും വൈഭവിന് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ വൈഭവിന് അടുത്ത സൂപ്പർ താരമായി മാറുക എളുപ്പമല്ലെന്ന് ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്യുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനും ഓസ്ട്രേലിയക്കാരനുമായ ഗ്രേഗ് ചാപ്പൽ. വൈഭവിന് ഇനിയും സമയം ആവശ്യമാണ്. വൈഭവിന്റെ ഒരു പ്രകടനത്തോടെ താരത്തെ സൂപ്പർ താരമായാണ് മിക്കവാറും പരിഗണിക്കുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ 16-ാം വയസ്സിലാണ് ഇന്ത്യക്കായി അരങ്ങേറിയത്. അതിനു മുമ്പ് ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്താൻ കഴിവുള്ളവനാണ് വൈഭവ് എന്ന് പോലും പലരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ വൈഭവിനെ സൂപ്പർ താരമായി പരിഗണിക്കാൻ ഇനിയും മികച്ച പ്രകടനങ്ങൾ ആവശ്യമാണെന്നും താരത്തിന് സമയം അനുവദിക്കുകയാണ് വേണ്ടതെന്നുമാണ് ഗ്രേഗ് ചാപ്പൽ പറയുന്നത്. ഇതിന്റെ കാരണവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വൈഭവ് മനസ്സിൽ തീപ്പൊരിയുള്ള താരമാണ്. എന്നാൽ അവനെ സംബന്ധിച്ച് ഇപ്പോൾ ആവശ്യം കൂടുതൽ സമയം ലഭിക്കുക എന്നതാണ്. അവന്റെ നേട്ടങ്ങളെ തീർച്ചയായും ആഘോഷിക്കേണ്ടതാണ്. എന്നാൽ അവൻ നിരാശപ്പെടുമ്പോൾ സംരക്ഷിക്കാൻ തയ്യാറാവണം. അവനെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കരുത്. ആവശ്യമില്ലാത്ത താരതമ്യങ്ങൾ നടത്തി സമ്മർദ്ദം സൃഷ്ടിക്കരുത്. ഇപ്പോൾ തന്നെ പക്വതയോടെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ 16-ാം വയസ്സിൽ ഇന്ത്യക്കായി തിളങ്ങിയത് പ്രതിഭ കൊണ്ട് മാത്രമല്ല, ടീമിലെ സഹതാരങ്ങളുടെയും പരിശീലകരുടെയും വലിയ പിന്തുണ കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ അവനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത്. വിനോദ് കാംബ്ലിയെ പോലെ ചെറുപ്പത്തിലെ സൂപ്പർ താര പദവിയിലേക്ക് എത്തിയ ശേഷം സംഭവിച്ച പിഴവുകൾ വൈഭവിന് സംഭവിക്കാതെ നോക്കേണ്ടതുണ്ട് എന്നും ചാപ്പൽ പറയുന്നു. 1.1 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ വൈഭവിനെ ടീമിലേക്ക് കൊണ്ടുവന്നത്. ഇത്രയും ചെറിയ പ്രായത്തിൽ കോടി പ്രതിഫലം IPL ലഭിക്കുന്ന ആദ്യ താരമാണ് വൈഭവ്. വൈഭവിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഏറെയുണ്ട്.
വൈഭവ് പ്രതിഭാശാലിയായ താരമാണെന്നതിൽ ആർക്കും സംശയവുമില്ല. എന്നാൽ സ്ഥിരത കാട്ടാനും ഇന്ത്യൻ ടീമിലേക്കടക്കം വളരാനും വൈഭവിന് സാങ്കേതിക മികവ് ആവശ്യമാണ്. നിലവിലെ താരത്തിന്റെ പ്രകടനം നോക്കുമ്പോൾ പന്ത് നോക്കി കടന്നാക്രമിക്കുക മാത്രമാണ് ചെയ്തത്. പല ഷോട്ടുകളും എഡ്ജാകുന്നതും കാണാനാകും. എന്നാൽ ഇത്തരമൊരു ശൈലി കൊണ്ട് വലിയ പ്രകടനം സ്ഥിരം നടത്തുകയെന്നതും കരിയർ സൃഷ്ടിക്കുകയെന്നതും വൈഭവിനെ സംബന്ധിച്ച് പ്രയാസകരമാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാങ്കേതികത മെച്ചപ്പെടുത്താനാണ് വൈഭവ് ശ്രമിക്കേണ്ടത്. രാഹുൽ ദ്രാവിഡിന്റെ പ്രത്യേക പരിശീലനം വൈഭവിന് ലഭിക്കുന്നുണ്ട്. ഇത് താരത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് തന്നെ കരുതാം.